തലമുറകളുടെ വികാരമായി നമ്മുടെ വിപണിയിലുണ്ടായിരുന്നൊരു മോഡലായിരുന്നു ബജാജ് ചേതക്. 2006 വരെ നമ്മുടെ വിപണിയിലുണ്ടായിരുന്ന സ്കൂട്ടറായിരുന്നു ചേതക്. എന്നാൽ മോഡേൺ സ്കൂട്ടറുകൾ നമ്മുടെ വിപണിയിലെത്തിയതോടുകൂടി പിടിച്ചു നിൽക്കാനാവാത്തൊരു സിറ്റുവേഷൻ വരികയും ബജാജ് ചേതക് പതുക്കെ വിപണിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. എന്നാൽ 14 വർഷത്തിന് ശേഷം സ്കൂട്ടർ രംഗത്തേക്കും അതോടൊപ്പം ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തേക്കും കടക്കുന്ന ബജാജ് അവരുടെ അഭിമാന ബ്രാൻഡായ ചേതക്കിനെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ രൂപത്തിൽ വിപണിയിലെത്തിക്കുകയാണ്. ഇന്ന് നമ്മൾ റിവ്യൂവേഴ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ബജാജ് ചേതക് EV ആണ്. വെൽക്കം ടു റിവ്യൂവേഴ്സ്. ഇറ്റാലിയൻ ബ്രാൻഡായ വെസ്പയിൽ നമ്മൾ കണ്ട് ശീലിച്ച നിയോ റെട്രോ ഡിസൈനാണ് പുതിയ ബജാജ് ചേതക് EVക്കും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. വെസ്പയുടെ തന്നെ ഇലക്ട്രിക്ക എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് ഏറെ സാമ്യം തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ചേതക്കിന് നൽകിയിരിക്കുന്നത്. 1972 ആദ്യമായിട്ട് ബജാജ് ചേതക്കിനെ അവതരിപ്പിക്കുമ്പോഴും വെസ്പയുടെ സ്പ്രിൻ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഡിസൈൻ ലൈസൻസ് വെച്ചാണ് ഇന്ത്യയിൽ ചേതക്കിനെ അവതരിപ്പിച്ചത്. ആ ഒരു പഴയ ചരിത്രം കൂടി ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നമുക്കിതിൻ്റെ കൂടുതൽ ഡിസൈൻ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പഴയകാല ചേതക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കണം ആ ഒരു ഡിസൈൻ പകുതിയോളമെങ്കിലും ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ ബജാജ് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നിൽക്കുന്ന ഒന്ന് അതിൻ്റെ ഹെഡ് ലാമ്പാണ്. സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഹെഡ് ലാമ്പാണ് പുതിയ ചേതകിന് നൽകിയിരിക്കുന്നത്. ഒപ്പം വലിയ ആപ്പറോൺ പാനൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ബോഡി പാനൽസിലേക്ക് വരുമ്പോൾ ഒരു കർവി ഫിനിഷ് അല്ലെങ്കിൽ ഒരു കർവി ഫീല് കിട്ടുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ബോഡി പാനൽസാണ് ചേതക്കിന് നൽകിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും സ്റ്റീലിലാണ് ബജാജ് ചേതക് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ്, മറ്റ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് തുടങ്ങിയവയെല്ലാം LED ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈൻ ഒരു സ്പ്ലിറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണാം. പൂർണ്ണമായും സ്റ്റീൽ ബോഡിയിൽ നിർമ്മിച്ചിരിക്കുന്ന ചേതക്കിന് ഒരു പ്രീമിയം ഫീല് നിലനിർത്തിക്കൊണ്ട് ധാരാളം ക്രോം എലമെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ സോഫ്റ്റ് ടച്ച് സ്വിച്ചസും അതിൻ്റെ ഒരു പ്രീമിയംനെസ് നിലനിർത്തുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അർബൻ, പ്രീമിയം എന്നിങ്ങനെ 2 വേരിയൻറ്റുകളിലാണ് ചേതക് വിൽപ്പനയ്ക്ക് എത്തുന്നത്. പ്രീമിയം വേരിയൻ്റ് 4 നിറങ്ങളിലും അർബൻ വേരിയൻ്റ് 2 നിറങ്ങളിലുമായിരിക്കും ലഭിക്കുന്നത്. ഈ 2 വേരിയൻറ്റിനും എഞ്ചിൻ സെയിം ആയിരിക്കുമെങ്കിലും ചില എക്സ്റ്റീരിയർ ഘടകങ്ങളിൽ മാറ്റമുണ്ടാകും. പ്രീമിയം വേരിയൻറ്റിന് മെറ്റാലിക് കളർ ഓപ്ഷനുകളും സീറ്റ് റെക്സിന് ടാൻ നിറവുമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബേസ് മോഡലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന അർബൻ വേരിയൻറ്റിന് മെറ്റാലിക് കളർ ഓപ്ഷൻസ് കിട്ടത്തില്ല. സോളിഡ് കളർ ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒപ്പം സീറ്റ് റെക്സിന് ബ്ലാക്ക് കളറും ഫ്രണ്ടിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റാണ്. 4 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടറാണ് നൽകിയിരിക്കുന്നത്. 16 Nm ടോർക്കായിരിക്കും ഈ ഒരു മോട്ടോർ ഡെലിവർ ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്. നേരത്തെ നമ്മൾ എയ്തർ 450യുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എയ്തർ 450 എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ 26 Nm ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുക. ഇനി ചേതക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ 16 Nm ടോർക്ക് എന്ന് പറയുമ്പോൾ കമ്പയർഡ് ടു എയ്തർ 450 തീരെ കുറവാണ്. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ എയ്തർ 450യെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. നിക്കൽ, കൊബാൾട്ട്, അലുമിനിയം ഓക്സൈഡ് സെല്ലുകൾ ചേർന്ന IP67 ബാറ്ററിയാണ് ചേതക്കിന് നൽകിയിരിക്കുന്നത്. ഏകദേശം 5 മണിക്കൂറാണ് പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ട് വരിക. 1 മണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ 25% പൂർത്തിയാവും എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. മറ്റ് സ്കൂട്ടറുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതൊരു ബെൽറ്റ് ഡ്രൈവുള്ള സ്കൂട്ടർ അല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പഴയ ചേതക്കിലെല്ലാം നമ്മൾ കണ്ടുവരുന്ന ഒരു സോളിഡ് ഗിയർ ഡ്രൈവാണ് പുതിയ ബജാജ് ചേതക് EVക്കും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡ്രൈവ് നൽകുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഡൻ ആക്സിലറേഷൻ നൽകുമ്പോൾ ഒരു ജെർക്ക് എഫക്റ്റ് ഉണ്ടാകത്തില്ല. പകരം വളരെ സ്മൂത്ത് ആയിട്ടൊരു ട്രാൻസ്മിഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയാൽ മാത്രമേ അത് എത്രത്തോളം ശരിയാണ് എന്ന് അറിയാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും സാധിക്കും. നിലവിൽ 2 മോഡുകളാണ് ചേതക് EVക്ക് നൽകിയിരിക്കുന്നത്. എക്കോ മോഡും സ്പോർട്സ് മോഡും, കൂടാതെ ഒരു റിവേഴ്സ് മോഡും കൊടുത്തിട്ടുണ്ട്. എക്കോ മോഡിൽ വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 95 km ആണ്. പക്ഷേ സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോൾ അത് 85 km ആയിട്ട് കുറയുന്നുണ്ട്. നമ്മൾ എയ്തർ 450യെ സംബന്ധിച്ച് നോക്കുമ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിൽ മുകളിൽ തന്നെയാണ് ബജാജ് ചേതക് EV എന്ന് പറയാം. പഴയകാല ചേതക്കിനോട് സാമ്യം തോന്നുന്ന മറ്റൊരു കാര്യം കൂടി പുതിയ EV ചേതക്കിലുണ്ടാവും. അതായത് അതിൻ്റെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ തന്നെയാണ്. സിംഗിൾ സൈഡ് ഷോക്ക് അബ്സോർബറാണ് നൽകിയിരിക്കുന്നത്.
പിന്നിലേക്ക് വരുമ്പോൾ മോണോ ഷോക്ക് അബ്സോർബർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ്. അതിൻ്റെ അർബൻ വേരിയൻറ്റിലേക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. പ്രീമിയം വേരിയൻറ്റിലേക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് മുന്നിലും പിന്നിലും നൽകിയിരിക്കുന്നത്. 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഒപ്പം നമ്മുടെ ഫോൺ പെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് നാവിഗേഷൻ, സർവീസ് കാര്യങ്ങൾ, റേഞ്ച് കാര്യങ്ങൾ, ബാറ്ററി കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട്. നമുക്ക് ലൈവായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിന് വാഹനം കിട്ടുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. നിലവിൽ പൂനെയിലും ബാംഗ്ലൂരുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നടക്കുന്നത്. വാഹനത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വളരെ മികച്ച റെസ്പോൺസാണ് കിട്ടുന്നത്. ഇടയ്ക്ക് ബുക്കിംഗ് ക്ലോസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ജൂലൈയിൽ വാഹനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ കോവിഡ് കാരണം വന്ന ഒരു ഡിലേ ആണെന്നാണ് അറിയുന്നത്. നിലവിൽ ഉള്ള ഒരു റിപ്പോർട്ട് പ്രകാരം പ്രീമിയം വേരിയൻറ്റിന് 1.44 ലക്ഷം രൂപയും അർബൻ വേരിയൻറ്റിന് 1.42 ലക്ഷം രൂപയുമാണ് എക്സ്-ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. റിവ്യൂവേഴ്സിൻ്റെ ഈ വീഡിയോയിലൂടെ ബജാജ് ചേതക് EV നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശം. കൂടുതൽ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് മറ്റു കാര്യങ്ങളെല്ലാം ഇനി അവൈലബിൾ ആകാൻ സമയമെടുക്കും. അതുവരേക്കും കൂടുതൽ മറ്റു വീഡിയോകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻസ് ഇനേബിൾ ചെയ്തിടുക.